അപ്പോൾ നമ്മൾ കോട്ടയിലെത്തി. കോട്ടയം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോട്ടയുണ്ട്. അതിലൊരു കോട്ട എനിക്ക് പിന്നിൽ കാണുന്ന പാലക്കാടൻ കോട്ട. രണ്ടാമത്തെ കോട്ട എന്ന് പറയുന്നത് മലമ്പുഴയിലെ കോട്ട. മലമ്പുഴയിലെ കോട്ട എന്ന് പറഞ്ഞാൽ ഇടത് കോട്ട. ആ ഇടത് കോട്ടയ്ക്ക് ഒരേ ഒരു രാജാവ്, അത് പ്രഭാകരൻ സഖാവ്. ഉഷാറല്ലേ? പിന്നെന്താ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലുണ്ടായിരുന്ന എ സുരേഷ്, VS-ന്റെ സന്തത സഹചാരിയാണ്, ഒരു പ്രധാന എതിരാളി. ഇതാ ഒപ്പം സി കൃഷ്ണകുമാർ. ഏത് VS-ന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു ആളെ. അയാളെന്ത് സന്തോഷമായി ശമ്പളം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ കൂടി വല്ലാതെ നിർബന്ധം ചെലുത്തിയിട്ടാണ് സുരേഷിനെ മൂപ്പരുടെ സ്റ്റാഫിലേക്ക് എടുത്തത്. അത് മൂപ്പരെങ്ങനെ VS-ന്റെ ലെഗസി സുരേഷിന് അവകാശപ്പെടാൻ പറ്റില്ല. എങ്ങനെ പറ്റും? പക്ഷേ സുരേഷ് പറയുന്നത് അതാണ്. സുരേഷിന് പറയാലോ, ആർക്കും ഇപ്പോൾ എന്തും പറയാം, അതിലൊന്നും കാര്യമില്ല. മാത്രമല്ല, നിങ്ങൾ ചോദിച്ചു നോക്ക് രഹസ്യമായിട്ട്, എങ്ങനെ VS-ന്റെ പാളയത്തിൽ അവനെത്തി എന്നുള്ളത് ചോദിക്കും നിങ്ങൾ. പാർട്ടിയാണ് VS-ന്റെ ഒപ്പം. പാർട്ടി മാത്രമല്ല, ഞാനും കൃഷ്ണദാസും കൂടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മൂപ്പരെ അവിടെ കയറ്റുന്നത്. എന്നിട്ട് ഇപ്പോൾ മൂപ്പര് ഇങ്ങനെ തിരിച്ചു നിന്നാൽ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? യഥാർത്ഥത്തിൽ സുരേഷ്, ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 20 കൊല്ലക്കാലം VS-നെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ കോൺഗ്രസ് പാളയത്ത് പോയിട്ട് VS-ന്റെ മനസാക്ഷി എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഇതിലേറെ ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മനുഷ്യർക്ക് ഈ മരണാനന്തര ജീവിതത്തിലൊന്നും വലിയ വിശ്വാസമില്ല, ആത്മാവിൽ വിശ്വാസമില്ല. പക്ഷേ എങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് VS ഉണ്ടെങ്കിൽ VS എന്ത് പറയുമായിരുന്നു? VS-നെ ചെവിക്ക് പിടിച്ചിട്ട്, അല്ലെങ്കിലേ VS അവസാന കാലത്ത് വീട്ടിൽ കയറ്റിയിട്ടില്ല. അതറിയോ നിങ്ങൾ? ഞാൻ VS ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ പോണ നേരത്ത് എൻ്റെ കൂടെ വന്നിട്ടാണ് മൂപ്പര് VS-നെ കാണുന്നത്. അതാണ് അവസാന നിമിഷം VS-ഉം സുരേഷും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണോ? ഇല്ലല്ലോ.